ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, മർക്കൂസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ഈ 2 പേരായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ പോകണമെന്നും എന്ത് കയ്യിൽ കരുതണമെന്നും എന്ത് കയ്യിൽ എടുക്കാൻ പാടില്ലെന്നും ഒക്കെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യം ഇതാണ്: നിനക്ക് ഒരു വടി കയ്യിലെടുക്കാം, പക്ഷേ എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം എടുക്കാൻ പാടില്ല, സഞ്ചി എടുക്കാൻ പാടില്ല, പണം എടുക്കാൻ പാടില്ല. വീണ്ടും ഈശോ പറയുകയാണ്, ചെരുപ്പ് ധരിക്കാം, പക്ഷേ 2 വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. 2 വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഇത് വളരെ വ്യക്തമായ ഒരു അവതരണമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഈ സുവിശേഷ യാത്രയ്ക്ക് പോകുമ്പോൾ കരുതേണ്ടതും കരുതാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ. സത്യത്തിൽ ഈ യാത്ര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതയാത്ര തന്നെയാണ്. ഈശോ പറയുകയാണ്, നിനക്ക് വടിയെടുക്കാം. പ്രതിരോധത്തിന്റെയും പ്രഘോഷണത്തിന്റെയും പ്രതീകമാണ് വടി എന്ന് പറയുന്നത്. നമ്മള് മെത്രാന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, അത് പ്രബോധന അധികാരം അല്ലെങ്കിൽ പ്രഘോഷണത്തിന്റെ പ്രതീകമാണ്. അത് വടി അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ ആ നിന്റെ ജീവിതം ക്രിസ്തുവിൽ നിന്ന് കേട്ടത് പകർന്നു കേൾക്കുവാനുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതെല്ലാവരിലും ആ പ്രബോധനമുണ്ട്, എല്ലാവരിലും ആ പ്രവാചക ദൗത്യമുണ്ട്, എല്ലാവരിലും ആ പ്രഘോഷണമുണ്ട്. അപ്പൊ അന്ന് വചനം ക്രിസ്തുവിന്റെ ജീവിതത്തിലോ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളോ ലിഖിത വചനങ്ങളായിരുന്നില്ല. അപ്പൊ അവിടെ ഈശോ പറയുന്ന സമയത്ത് അത് ഉൾക്കൊണ്ടിട്ട് പകർന്നു നൽകാനുള്ളത് മാത്രമായിരുന്നു. അപ്പൊ അതാണ് ഈ നിന്റെ ജീവിതം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നീ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന രീതിയിൽ ഒരു പ്രഘോഷണം എന്ന പോലെ നീ ജീവിക്കണം, ഒരു പ്രബോധനം എന്ന പോലെ നീ ജീവിക്കണം. അതിന്റെ പ്രതീകമാണ് ഈ വടി. രണ്ടാമത്തേത് ഒരു പ്രതിരോധം കൂടിയാണ്. പ്രഘോഷണത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമാണ് വടി എന്ന് പറയുന്നത്. പ്രതിരോധമാണ് ഈ വടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും യാത്രയ്ക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റ് ജീവികളിൽ നിന്നും ദുഷ്ടജന്തുക്കളിൽ നിന്നും ഒക്കെയുള്ള സുരക്ഷയ്ക്കായിട്ട് കൂടി ഉപയോഗിക്കാനായിട്ടാണ് വടി നൽകുന്നത്. വടി ഊന്നി നടന്നു പോകുന്നതിനോടൊപ്പം വടി പ്രതിരോധം, അതിൽ നിന്നും ചെറുത്തുനിൽപ്പ് കൂടിയുണ്ട്. നിന്റെ ഈ ഞാൻ നൽകുന്ന പാഠങ്ങൾ നിന്റെ വിശ്വാസത്തിന്റെ പ്രതിരോധം കൂടിയാണ്, ഒരു ഡിഫെൻഡിങ് പവർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രതിരോധത്തിന്റെ ശക്തി. അതാണ് ഞാൻ നൽകിയിരിക്കുന്ന പാഠങ്ങൾ. അത് നിനക്ക് എടുക്കണം, അത് നീ എടുത്തേ മതിയാവും. കാരണം ഞാൻ പകർന്നു നൽകിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രഘോഷിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കുന്ന വിശ്വാസ സംബന്ധമായ അക്രമങ്ങളെ ചെറുത്തു നിൽക്കുവാനും ഞാൻ നൽകുന്ന പാഠങ്ങൾ അത്യാവശ്യമാണ്. അതിന് ആ പാഠങ്ങളെയാണ് ഈ വടി കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഇടയന്റെ കയ്യിലെ ദണ്ട്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്ലീവാ ദണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുരിശാകുന്ന വടി, അതൂന്നി നീ നടന്നു പോവുക. ഇത് നിനക്കെടുക്കാം, നിന്റെ പ്രഘോഷണം. പക്ഷേ നീ ഈ ജീവിക്കുന്ന ജീവിതം, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം, അത് നിന്റെ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പാടില്ല. അത് നിനക്ക് കിട്ടിക്കൊള്ളും, അത് നിനക്ക് എവിടെ നിന്ന് കിട്ടും. അധ്വാനത്തിന് ഒത്തിരി രീതിയിൽ നിനക്ക് പ്രതിഫലം ഞാൻ നൽകും. പക്ഷേ അപ്പമായിരിക്കരുത് നിന്റെ ഫോക്കസ്, അപ്പം എടുക്കാൻ പാടില്ല. സമ്പാദ്യമായിരിക്കരുത് നിന്റെ ഫോക്കസ്, സഞ്ചി എടുക്കാൻ പാടില്ല. പണമായിരിക്കരുത് നിന്റെ ഫോക്കസ്, പണം എടുക്കാൻ പാടില്ല. വ്യക്തമായിട്ടും പറയാണ്, അപ്പമോ സഞ്ചിയോ പണമോ എടുക്കാതെ വേണം ഈ യാത്രയ്ക്ക് പോകാൻ. അതായത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നീ ചത്ത് ജീവിക്കുന്നത്. അതൊരു ചത്ത ജീവിതം തന്നെ. പക്ഷേ എൻ്റെ വചനത്തിന് വേണ്ടി നീ ജീവിക്കുക, അത് ജീവനുള്ള ജീവിതം തന്നെ, അത് ജീവനുള്ള ജീവിതം തന്നെ, അതൊരു ചത്ത ജീവിതമല്ല. അപ്പം ഈ അന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ആകുലതകൾ മാത്രമാണ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരു ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതമല്ല. സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം, സഞ്ചി സൂചിപ്പിക്കുമ്പോൾ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയാണ് നീ ജീവിച്ചു പോകുന്നതെങ്കിൽ അത് ക്രിസ്തുവിന് ഒതുങ്ങുന്നൊരു ജീവിതമല്ല. പണത്തിന് വേണ്ടിയുള്ള ആർത്തിയിലാണ് നീ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വചനവും ക്രൈസ്തവ ജീവിതവും ഉപയോഗിച്ചിരുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അതും നിനക്ക് യോജിച്ചതല്ല. ഇതാണ് വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുക.
എന്നിട്ട് ഈശോ പറയുകയാണ് ചെരുപ്പെടുക്കാം. അതായത് നിന്റെ ഈ വിശ്വാസ ജീവിതം മറ്റുള്ളവരിലേക്കുള്ള നിന്റെ യാത്രയാണ്. അവരിലേക്ക് സ്നേഹം പങ്കുവയ്ക്കുവാനും സാന്ത്വനം പകർന്നു നൽകുവാനും സുവിശേഷം അവരിലേക്ക് കൈമാറുവാനും വേണ്ടിയുള്ള മറ്റുള്ളവരിലേക്കുള്ള നിന്റെ യാത്രയാവട്ടെ ഈ വിശ്വാസ ജീവിതം. ചെരുപ്പെടുക്കാം, അതായത് ഈശോ ഓർപ്പിക്കാൻ ചെരുപ്പെടുക്കണം. ആ യാത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ചെരുപ്പെടുക്കണം, വടിയെടുക്കാൻ ചെരുപ്പെടുക്കാം. വീണ്ടും ഈശോ പറയുകയാണ് രണ്ട് വസ്ത്രങ്ങൾ പാടില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈശോ പറയുന്നുണ്ട് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് നൽകട്ടെ. അപ്പോൾ രണ്ട് വസ്ത്രങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് നിന്റെ കയ്യിൽ വെക്കാൻ പാടില്ല എന്ന നീതിയുടെ പാഠം തന്നെ അവിടെ. രണ്ട് വസ്ത്രങ്ങൾ പാടില്ല. ഒരു വസ്ത്രം നിനക്ക് ഉപയോഗിക്കാം, പക്ഷെ രണ്ടാമത്തെ വസ്ത്രം നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇല്ലാത്തവനെ നീ പരിഗണിച്ചില്ല എന്നാണ് അർത്ഥം. നിന്റെ കയ്യിൽ അധികം ഇരിക്കുന്ന സമ്പാദ്യം, നിന്റെ കയ്യിൽ അധികം ഇരിക്കുന്ന നേട്ടങ്ങൾ, നിന്റെ കയ്യിൽ അധികം ഇരിക്കുന്ന അപ്പം, വസ്ത്രം, ഇതൊക്കെ ആഡംബരം തന്നെയാണ്, മറ്റൊരാളിലേക്ക് പോകേണ്ടിയിരുന്നതാണ്. അത് നീ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് രണ്ടെണ്ണം കയ്യിരിക്കുന്നത്. രണ്ടെണ്ണം പാടില്ല എന്ന് ഈശോ പറയുക. ഒറ്റ വസ്ത്രം. അതുകൊണ്ട് അത് വളരെ വേറൊരർത്ഥം കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഈശോ അന്ത്യത്താഴ സമയത്ത് വസ്ത്രം മാറ്റി, മേൽവസ്ത്രം മാറ്റി അരക്കച്ച ധരിച്ച് നിലത്ത് ഇരുന്ന് ശുശ്രൂഷ ചെയ്തു, പാദം കഴുകി എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ശുശ്രൂഷയാകട്ടെ നിന്റെ ജീവിതം, സേവനമാകട്ടെ നിന്റെ ജീവിതം. നീ മേൽവസ്ത്രം ധരിച്ച് അധികാരിയായിട്ടിരിക്കാനുള്ളതല്ല. ഒരു പൊസിഷൻ, ഒരു പവർ, ഒരു അധികാരത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾക്ക് ഉത്തരവിറക്കാനും മറ്റുള്ളവരുടെ മുകളിൽ ഈ ഭാരം കെട്ടിവെക്കാനും നിന്റെ സ്വന്തം സുഖത്തിലും സന്തോഷത്തിലും ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയിട്ട് ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു അധികാരിയായി, അധികാരത്തിന് വേണ്ടിയുള്ളൊരു ജീവിതമായി മാറുന്നത് വിശ്വാസ ജീവിതം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാ രണ്ട് വസ്ത്രം പാടില്ല എന്നൊരു അർത്ഥമാക്കുന്നത്. രണ്ട് വസ്ത്രം പാടില്ല, ഒറ്റ വസ്ത്രം ധരിച്ചവൻ ശുശ്രൂഷയ, സേവനം ചെയ്യുന്നവനാണ്. ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അവനവന്റെ മേൽവസ്ത്രം മാറ്റി അരക്കച്ച ധരിച്ചു, പാദങ്ങൾ കഴുകി. രണ്ട് വസ്ത്രങ്ങൾ പാടില്ല, ഒറ്റ വസ്ത്രം ധരിച്ചിട്ട് മറ്റുള്ളവന്റെ ദാസനായി നിൽക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ രണ്ട് വസ്ത്രം പാടില്ല എന്നുള്ള അർത്ഥമാക്കുന്നത്. അപ്പൊ ഇങ്ങനെ വ്യക്തമായിട്ട് ഈശോ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക. വടിയെടുക്കാം, ചെരുപ്പ് ധരിക്കാം, പക്ഷേ അപ്പം എടുക്കാൻ പാടില്ല, സഞ്ചി എടുക്കാൻ പാടില്ല, പണം എടുക്കാൻ പാടില്ല, രണ്ട് വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാനും പാടില്ല. ഇതാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം. കാര്യം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കേൾക്കുന്ന ചില വസ്തുക്കളുടെ കാര്യം മാത്രമായി പരിമിതിപ്പെടുത്താതെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അർത്ഥം വിശ്വാസ ജീവിത യാത്രയ്ക്ക് വേണ്ടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വിഷയം പറയുകയാണ്, നിങ്ങൾ ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുകയും അവിടെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് നൽകുന്നത് ഭക്ഷിക്കുവിൻ, അവിടെ വിട്ടു പോകാതെ ആ വീട്ടിൽ തന്നെ ആയിരിക്കും. ആരെങ്കിലും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്കെതിരായി സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ പൊടി തട്ടിക്കളയുവിൻ. ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. അതായത് പൊടി തട്ടിക്കളയുവിൻ, അത് വ്യക്തമായിട്ടും ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കാത്ത ഒരാളുമായി നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അവരെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ അവൻ നൽകിയ പാരിതോഷികങ്ങൾ സ്വീകരിക്കുക, അവൻ നൽകിയ ഭക്ഷണം സ്വീകരിക്കുന്നത് മാത്രമല്ല, അവന്റെ മുറ്റത്ത് നിന്ന് നിന്റെ കാലിൽ പറ്റിയ പൊടി പോലും തട്ടിക്കളയെന്ന് പറയുമ്പോൾ പിന്നെ യാതൊരു ബന്ധവും അവനുമായിട്ട് ഉണ്ടായിരിക്കരുത്. കാരണം ക്രിസ്തുവിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവൻ നിനക്ക് വിജാതീയനാണ്. വിജാതീയനാന്ന് പറയുമ്പോൾ പഴയ ഇതൊരു ആ പശ്ചാത്തലത്തിൽ പറയുന്നതനുസരിച്ച് അവൻ ഏറ്റവും നിന്റെ ആത്മീയ ശത്രുവ എന്ന് വെച്ചാൽ നിനക്ക് വഴക്കിടാനുള്ള ആളെന്നല്ല പറഞ്ഞിട്ടുള്ളത്, നിന്നെ നശിപ്പിക്കാനിരിക്കുന്ന ഒരാള്. അതുകൊണ്ട് അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അവനോട് യുദ്ധത്തിന് പോകാന്നുള്ളതല്ല, അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നിന്റെ ആത്മീയ ശത്രുവാണത്. പക്ഷെ പറയുകയാണ്, എന്താ നിങ്ങൾ സംസാരിക്കേണ്ടത്? നിങ്ങൾ സംസാരിക്കേണ്ടത് ഇങ്ങനെയാണ്: അനുദപിക്കണമെന്ന് പ്രസംഗിക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു, അനേകം പിശാചുകളെ പുറത്താക്കി. നമ്മള് ഒരു വിശ്വാസ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്.
ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളില്ല. തുടങ്ങുമ്പോൾ ഒരു കാര്യം, നമ്മൾ സുഷമാതൃവും പറയുന്ന ഒരു കാര്യം ഇതാണ്, രണ്ടുപേർ വീതമായി ഈശോ അയച്ചു. അപ്പോൾ ഒരു ആത്മീയ സൗഹൃദം, വളരെ ആരോഗ്യപരമായ ആത്മീയ സൗഹൃദം കൂടി ആവശ്യമുണ്ട് ക്രൈസ്തവ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് എന്ന ഓർമ്മപ്പെടുത്തലോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ. ഇതാണ് ഈ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ശരിയായൊരു വിശ്വാസ ജീവിത യാത്ര സാധ്യമാകുന്നതിന് വേണ്ടി ഈശോനാഥൻ പകർന്നു നിൽക്കുന്ന ഈ പാഠങ്ങൾ കൃത്യമായി അർത്ഥമറിഞ്ഞ് ജീവിതത്തിൽ ആഴത്തിൽ സ്വീകരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.